ഇപ്പോൾ സംജാതമായിട്ടുള്ള വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വിശദമായി ഇവിടെ സംസാരിക്കുന്നത് ജനാബ് ഹനീഫ് കായക്കൊടി അവറുകളാണ്. ഞാൻ അതിനു മുമ്പ് കുറച്ചു കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പിശാചുണ്ടെന്നോ ആ പിശാച് മനുഷ്യനെ വഴികേടിലാക്കുമെന്നതിലോ അവന്റെ ഉപദ്രവങ്ങൾ പലതരത്തിൽ ഉണ്ടാകുമെന്നതിലോ ആർക്കും സംശയമില്ല. പക്ഷേ ആ പിശാചിനെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിക്കുകയും അത് വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് അസ്വസ്ഥമായ മനസ്സിന്റെ ഉടമകളായി മാറി ഈ ചെറുത്താനെ വലുതാക്കി കാണിക്കുന്ന അവനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചിന്തകളും അത് കൂടുതൽ നടക്കുമ്പോൾ സ്വാഭാവികമായും പിശാച് അതുവഴി വലുതാവുകയാണ് ചെയ്യുന്നത്. ഒരു നബിവചനത്തിൽ തന്നെ ഇപ്രകാരം നമുക്ക് കാണാവുന്നതാണ്. ഒരു പ്രവാചകന്റെ കൂടെയുള്ള ഒരു യാത്രയിൽ ഒരു സഹാബി തന്റെ ഒട്ടകത്തിന് വാഹനത്തിന് തകരാറ് സംഭവിക്കുമ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി, പിശാചിന് നാശം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. കാരണം നീ അങ്ങനെ പറഞ്ഞാൽ പിശാച് വലുതായി തീരും. എത്രത്തോളം ഒരു വീടിനോളം അവൻ വലുതാവുകയും നേരെ മറിച്ച് നീ അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഈച്ചയോളം അവൻ നിസ്സാരനായി മാറുകയും ചെയ്യും. പിശാചിനെ നീ ഭയപ്പെടുന്നു, ഞാൻ തിരക്കേടില്ല എന്നവന് തോന്നും. നേരെ മറിച്ച് അവനെ പേടിച്ചുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ പറയുന്നത്. വേണ്ട, നീ അള്ളാഹുവിനെ ഓർത്താൽ മതി. ആ ദിക്റുള്ള തന്നെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം നിന്ദ്യനാക്കുകയും നിസ്സാരനാക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ പിശാച് മനുഷ്യന്റെ മുന്നിലൂടെ പിന്നിലൂടെ ഇടവല ഭാഗങ്ങളിലൂടെ വന്ന് അവനെ സ്വാധീനിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ചരിത്രമൊക്കെ ഇവിടെ വിശദമായി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ, പിശാചിന്റെ ഉപദ്രവങ്ങൾ മനുഷ്യൻ ഏൽക്കുമ്പോൾ അതിൽ നിന്ന് അവൻ എന്താണ് ചെയ്യേണ്ടത്? പിശാചില്ലെന്ന് പറഞ്ഞ് പിശാചിനെ നിഷേധിക്കലാണോ? അല്ല. നേരെ മറിച്ച് മനുഷ്യനോട് അല്ലാഹു പഠിപ്പിച്ചു തന്നത് 2-3 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ്. ഒന്ന്, പിശാചിന് മനുഷ്യന്റെ മേൽ നിരന്തരമായ ആധിപത്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. അവന്റെ ആധിപത്യത്തിന് കീഴിൽ മനുഷ്യനെ കൊണ്ടുവരാൻ, ഒരു വിശ്വാസിയെ കൊണ്ടുവരാൻ അവന് പറ്റില്ല. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരിക്കലും അല്ലാഹുവിൽ വിശ്വസിച്ച, അവനെ ഭരമേൽപ്പിച്ച വിശ്വാസികളായ ആളുകളിൽ പിശാചിന് ആധിപത്യമുണ്ടാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് ആ പിശാചിന്റെ ആധിപത്യം ആരിലാണ്? ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. മുശ്രിക്കീങ്ങളായ ആളുകളിൽ, അതേപോലെ പിശാചിനെ രക്ഷകനായി മിത്രമായി സ്വീകരിച്ച ആളുകളിലാണ് പിശാചിന്റെ ആധിപത്യമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. എന്റെ അടിമകളുടെ മേൽ നിനക്ക് ആധിപത്യമില്ല, നേരെ മറിച്ച് നിന്റെ ആധിപത്യം വഴികേടിലായ ആളുകളിൽ മാത്രമാണ്. ഇവിടെ ഈ വചനങ്ങൾ സൂറത്തുൽ ഹിജ്റിലും സൂറത്തുൽ നഹ്ലിലും വന്ന ഈ 2 വചനങ്ങൾ എടുത്തു നോക്കിയാൽ കാര്യം വളരെ വ്യക്തമാണ്. പിശാചിനെ രക്ഷകനായി സ്വീകരിക്കുന്ന മുശ്രിക്കീങ്ങളായ ദുർമാർഗികളായ ആളുകളിലാണ് പിശാചിന്റെ ആധിപത്യം ഉണ്ടാവുക. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ വിശ്വസിച്ച, അല്ലാഹുവിൽ തവക്കുലാക്കിയ മുഅ്മിനീങ്ങളും മുതവക്കിലീങ്ങളുമായ ആളുകളിൽ പിശാചിന്റെ ആധിപത്യം ഉണ്ടാവില്ലെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു വസ്തുത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പിശാചിന്റെ സ്വാധീനം എങ്ങനെയാണ് വിശ്വാസികളിലേക്ക് വരിക? അവന്റെ ദുർബോധനങ്ങളും പലതരത്തിലുള്ള വഴികളിലേക്ക് നയിക്കുവാനുള്ള
പരിശ്രമങ്ങളും അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. ആ പിശാചിന്റെ അടുക്കൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദുർബോധനങ്ങൾക്ക് നീ വിധേയനാവുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് ഇസ്തിആദത്ത് നടത്തണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നീ പറയുക. അതാണ് അല്ലാഹുവിന്റെ കൽപ്പന. പിശാചിന്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ, അവന്റെ ആധിപത്യത്തിൽ അകപ്പെടാതിരിക്കാൻ ഒന്ന് വിശ്വാസമുണ്ടായിരിക്കുക എന്നതാണ്. കറകളഞ്ഞ തൗഹീദിലുള്ള വിശ്വാസം. രണ്ട് റബ്ബിൽ തവക്കുലാക്കുക എന്നതാണ്. മൂന്നാമതായി പൈശാചികമായ ദുർബോധനങ്ങൾക്ക് വശംവദനാകുമ്പോൾ ഇസ്തിആദത്ത് നടത്തുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നീ പറയുക. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നാലാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. മുത്തഖീങ്ങളായ ആളുകൾ പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബാധ അവർക്ക് ഏൽക്കുകയാണെങ്കിൽ, പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്പർശനം അവരെ ബാധിക്കുകയാണെങ്കിൽ തദക്കറു അവർ സ്മരിക്കുന്നു, അല്ലാഹുവിനെ അവർ ഓർക്കുന്നു. ആ ദൈവസ്മരണ അതുവഴി ഫൈദാഹും മുബ്സിറൂൻ അവർ അകപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ഉൾക്കാഴ്ചയുള്ളവരായി അവർ മോചിതരാകുകയും ചെയ്യുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന മാർഗം. ഇതിനോടനുബന്ധമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എന്തുണ്ടാകുമ്പോഴേക്കും അത് ശൈത്താന്റെ പണിയാണ്, പിശാചാണ്, അതുകൊണ്ട് ഓൻ നശിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അവൻ വലുതാവുകയാണ് ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നക ഇദാ ഖുൽത ദാലിക തആവമ ഹത്താ യകൂന മിസ്ലൽ ബൈത്. ഒരു വീടിനോളം വലുതാകുന്നവൻ വണ്ണ വലിപ്പം വെച്ചുകൊണ്ട് ഞാൻ തിരക്കേടില്ല എന്ന അവസ്ഥയിൽ അവൻ എത്തും. എന്നാൽ എന്റെ ശക്തി കൊണ്ടാണല്ലോ അവൻ ഞാൻ നശിക്കട്ടെ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നീ ശൈത്താൻ എന്ന് പറയുന്നതിന് പകരം നീ ബിസ്മില്ല എന്ന് പറയുക. അല്ലാഹുവിനെ സ്മരിക്കുക, അല്ലാഹുവിന്റെ നാമത്തിലെന്ന് നീ പറയുക. ഒരു ഈച്ചയോളം നിസ്സാരനാകുവോളം നിസ്സാരനായിത്തീരും അവൻ എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകളുടെ ബാധ്യത അല്ലാഹു പിശാചിന്റെ വല്ല ഉപദ്രവങ്ങള്, അവന്റെ വല്ല സ്വാധീനങ്ങള് അത് ഉണ്ടാകുമെന്ന് കണ്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. നോക്കൂ, നിങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം മൻ നസല മൻസിലൻ ثم قال أعوذ بكلمات الله التامات من شر ما خلق لم يضره شيء حتى يرتحل من منزله ذلك. നിങ്ങൾ ഒരു പുതിയ സ്ഥലത്ത് ചെന്നിറങ്ങുകയാണെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി التامات من شر ما خلق, അല്ലാഹു സൃഷ്ടിച്ച സകല ദുശ്ശക്തികളിൽ നിന്നും അല്ലാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് രക്ഷ തേടുക, കാവലിനെ തേടുക. എന്നാൽ അവിടെ നിന്ന് അവൻ യാത്രയാകുന്നത് വരെ യാതൊരു ബുദ്ധിമുട്ടും ഒരു പ്രഭുത്താന്റെയും ഒരു ജിന്നിന്റെയും അതല്ലാത്ത ദുശ്ശക്തികളുടെയും ഉപദ്രവം അവനെ ഏൽക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇസ്തിആദത്ത് നടത്താൻ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്ത്. ഒരു വടിയെടുത്തുകൊണ്ട് ഒരു ഡോക്ടറോ ഒരു മൊല്ലാക്കയോ ഒരു മൗലവിയോ ഇന്നെവിടെ ചെലുത്താനെവിടെ എന്ന് നോക്കി അടിക്കാൻ വേണ്ടി നടക്കലല്ല, ഒപ്പം കൂടെ കൊണ്ടുപോകലല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹ് എന്നിങ്ങനെ അല്ലാഹുവിനെ സ്മരിക്കുക, അവനോട് ഇസ്തിആദത്ത് നടത്തുക. അതാണ് അല്ലാഹു പറഞ്ഞത്, അതാണ് നബി കൽപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇദാ റഅഅതുകുമുർ റുഇയാ യക്റഹുഹാ ഫൽയബ്സുഖ് അൻ യസാരിഹി ثلاثة وليستعذ بالله من الشيطان ثلاثة وليتحول عن ذنبه الذي كان عليه. നിങ്ങൾ ആരെങ്കിലും ഉറക്കിൽ ദുസ്വപ്നം കണ്ടാൽ അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പട്ടെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 പ്രാവശ്യം പറയട്ടെ. കിടക്കുന്ന ഭാഗത്തു നിന്ന് ഭാഗം മാറി കിടക്കട്ടെ. പിശാചിന്റെ സ്വാധീനം ഉറക്കിൽ അവനുണ്ടാവുകയാണെങ്കിൽ ഇസ്തിആദത്ത് അവൻ
നടത്തണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നവൻ പറയണം. ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ അല്ലാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഇതിന്റെ കൂടെ വിശ്വാസത്തിന്റെയും തവക്കുലിന്റെയും പുറമെ നമുക്കുണ്ടാവേണ്ട ഇത്യാദത്ത് പോലെ നിക്കുറുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൂന്ന് വാക്കുകൾ. ഇത് പറയേണ്ട പ്രശ്നമേ ഉള്ളൂ. ഒരു മല്ലാക്ക് വടിയെടുത്തുകൊണ്ട് ജിന്നിനെ അടിക്കാൻ, ചെലുത്താൻ, അടിക്കാൻ കൂടെ വേണ്ട. റസൂലുള്ളാഹി പറയുന്നത് നോക്കൂ, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നീ പറഞ്ഞാൽ അയാളോട് പറയപ്പെടും, നിനക്കിത് മതി, നീ നാളെ വഴിയിലാണ്. നിനക്ക് ആവുന്ന വേണ്ടവോളം സംരക്ഷണം അല്ലാഹു നൽകി, നിനക്ക് വേണ്ട കാവലവൻ ഏർപ്പെടുത്തി, നേർവഴിയിലാണ് നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹ് അയാൾക്ക് അതിന് പ്രത്യുത്തരം ലഭിക്കുന്നത്. പിശാച് അവനിൽ നിന്ന് അകന്നു പോകും. ആ ചെറുത്താനോട് മറ്റൊരു ചെറുത്താൻ പറയും, നിനക്ക് എങ്ങനെയാണ് ഈ മനുഷ്യനെ വഴികൊടുക്കാൻ ലഭിക്കുന്നത്? അയാൾ നേർവഴിയിലാണ് ചരിക്കുന്നത്. അയാൾക്ക് മതിയാവോളം സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. അയാൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ലഭിച്ചിട്ടുണ്ട്. നിനക്ക് അവന്റെ പിന്നാലെ നടന്നിട്ടുണ്ട് കാര്യം. ഇവന്റെ കൂടെ ഒരു വടിയെടുത്തിട്ട് ഒരു മൊല്ലാക്ക വേണ്ട, മുന്നിറക്കാൻ ആരും വേണ്ട. നേരെ മറിച്ച് ദിക്റവൻ ചൊല്ലിയാൽ മതി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫുൻ മിനശ് ശൈത്താൻ തദക്കറൂ വഇദാഹും മുബ്സിറൂൻ. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇദാ ദഖല റജുലു ബൈത فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء. ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ وذكر الله عند دخوله, അല്ലാഹുവിനെ സ്മരിക്കുകയാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ. ആ സന്ദർഭത്തിൽ ചെകുത്താൻ പറയും, നമുക്കിവിടെ മതിയിട്ടില്ല, അന്തിയുറങ്ങാൻ നമുക്കിവിടെ ഇടമില്ല, ഈ വീട്ടിൽ കയറി ഉപദ്രവമുണ്ടാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് ചെകുത്താൻ പറയും. വാതിന് തുറക്കുമ്പോ കുടുങ്ങോ, അടക്കുമ്പോ കുടുങ്ങോ, കാലെടുത്ത് വെക്കുമ്പോ കുടുങ്ങോ, നേശന്റെ വലി തുറക്കുമ്പോ കുടുങ്ങോ, വെള്ളം ചുറ്റുമ്പോ മുഖത്താകുമോ എന്നൊന്നും ഭയപ്പെടാനല്ല പറഞ്ഞത്. നീ നിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു. ആർക്കാണ് ഇതിന് പ്രയാസം? ആർക്കാണ് ഇതിന് ബുദ്ധിമുട്ട്? ഇത് അള്ളാഹ് കൽപ്പിച്ചതാണ്, ഇത് നബി പഠിപ്പിച്ചതാണ്. ഇതാണ് പിശാചിന്റെ ഉപദ്രവത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം. ആരെങ്കിലും വടിയെടുത്തുകൊണ്ട് നടക്കലല്ല, ആരെങ്കിലും ജിന്നിനെ ഇറക്കാനുള്ള ക്ലിനിക്കുകൾ നടത്തലല്ല, അത്തരം ആത്മീയമായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കലല്ല, അങ്ങനെ ചില ആളുകൾ പൊട്ടി പുറപ്പെടലല്ല. അതൊക്കെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം കുഴികൂടിയ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാണത് എന്ന് നാം തിരിച്ചറിയാം. ബിസ്മില്ലാ എന്ന് പറയുക. ലാ മബീത, ഈ വീട്ടിൽ നമുക്ക് കിടന്നുറങ്ങാൻ ഇടമില്ല, അവിടേക്ക് കയറാൻ നമുക്ക് പറ്റില്ല. ആ ദിക്റുള്ളയാണ് നമ്മുടെ രക്ഷാ കവചം. അതേപോലെ തന്നെ അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോ അവൻ പറയുന്നത് ഇതുപോലെ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കിവിടെ നിന്നൊന്നും തിന്നാനും കിട്ടില്ല. അതുകൊണ്ട് ഇവരെ ഈ സമയത്ത് ഉപദ്രവിക്കാൻ നമുക്ക് പറ്റില്ല, ഈ വീട്ടിൽ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ വാക്കിലേക്ക് പോകുമെന്നാണ്. അവൻ വീട്ടിൽ കയറുമ്പോൾ അല്ലാഹുവിനെ സ്മരിച്ചില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ചൊല്ലിയില്ല, ഉറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലിയില്ല, ആ പിശാചിന്റെ ഉപദ്രവങ്ങൾ അവനുണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാഹുവിനെ ഓർക്കാൻ, അവനെ സ്മരിക്കാൻ, പിശാചിൽ നിന്ന് രക്ഷ കാണാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എന്നാൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പറഞ്ഞതിനേക്കാൾ അപ്പുറമുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ അത് ജിന്ന് കൂടിയതായിരിക്കും, ചെറുത്താൻ കൂടിയതായിരിക്കും. അതുകൊണ്ട് അതിന് റുഖിയ ശറഇയ്യ എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്. അത് സീഡിയായി കിട്ടും, അത് ബുക്കായി കിട്ടും, അത് ചെവിയിൽ വെക്കാം, മറ്റൊരാൾ ചൊല്ലിപ്പറയാം. അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം അയാളുടെ ശരീരത്തിലുള്ള ജിന്നിനെ അടിച്ചിറക്കിയെങ്കിൽ രോഗം മാറൂ. ജിന്ന് ഇറങ്ങിപ്പോവാതെ ഉള്ളിലിട്ട് ഞെരുക്കാൻ വേണ്ടി അയാളുടെ വിരലുകൾ ബന്ധിക്കണം, കാൽ
കാൽവിരലുകൾ ബന്ധിക്കണം, കൈവിരലുകൾ ബന്ധിക്കണം, വടിയെടുത്തടിക്കണം. ഇങ്ങനെ ഈ പ്രഹരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അടിച്ചിറക്കൽ ചികിത്സ എന്ന പുതിയൊരു സമ്പ്രദായം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നേരത്തെ അഭിമന്യനായ കരിവള്ളി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ എ.പി. അബ്ദുൽ ഖാദിർ മൗലവി അദ്ദേഹത്തിന്റെ അനുഭവം അതേ ചെറുപ്പകാലത്ത് നാട്ടിലുണ്ടായി അനുഭവിച്ചിരുന്ന, അതേപോലെ തന്നെ മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന കാരണവന്മാരായ ആളുകൾക്കൊക്കെ ചെകുത്താൻ കൂക്കിനെ പറ്റി അറിയാതിരിക്കില്ല. ഇന്ന് ഏത് ഖുറാഫാത്തിന്റെ മൂലയിൽ പോയാലും ആ ചെകുത്താൻ കൂക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അതൊക്കെ എടുത്തുപോയി. ആ അന്ധവിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസികൾ പോലും എടുത്തു കടന്നു. ഇത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ പൊടിതട്ടിക്കൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിൽ സംജാതമാകുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല, കൈകെട്ടി നിൽക്കാൻ കഴിയില്ല. അതിനെ കുറിച്ച് അത് തോൽപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേരള ജമിയത്തുലമ നിലപാടെടുത്തതും മുഹമ്മദ് മുജാഹിദീൻ ശക്തമായി പ്രവർത്തകന്മാരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഒരാൾക്ക് തലവേദനയുണ്ട്, അതിന് പാരസെറ്റമോളോ പെനഡോളോ ഡോളോയോ ഒക്കെ കഴിച്ചു, എന്നിട്ടൊന്നും സുഖമാവുന്നില്ല. നെഞ്ചുവേദനയുണ്ട്, പല ഡോക്ടറെയും കണ്ടു, വയറുവേദനയുണ്ട്, ഗ്യാസ്ട്രോളജിസ്റ്റിനെ തന്നെ കണ്ടു, സുഖമാവുന്നില്ല. ഉറങ്ങുമ്പോ എങ്ങനെ കിടക്കല്? ഇടത്തോട്ടോ വലത്തോട്ടോ? ഇടത്തോട്ട്. കണ്ണ് പച്ച കൂട്ടലുണ്ടോ? അത് കൂർക്കം ധരിക്കലുണ്ടോ? എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടാവും എന്നൊരു മോഡല്. അത് മറ്റത് തന്നെ എന്ന് പറയും. ആരാണിവൻ ഇത് മറ്റതാണെന്ന് പറയാം? ഇവൻ എന്ത് വിജ്ഞാനമാണുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന് വഹിയുള്ളത് കൊണ്ട് ഒരാളുടെ ശരീരത്തിൽ ജിന്നിന്റെ ഉപദ്രവം കൊണ്ടുണ്ടായ രോഗമാണ് എന്ന് മനസ്സിലാക്കാൻ റസൂലുള്ളാഹിക്ക് വഹിയുള്ളത് കൊണ്ട് അറിയും. അതല്ലാതെ കണ്ണുകൊണ്ട് കാണാത്ത സാധാരണ മറ്റുള്ള നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത ഇവിടെയുണ്ടെന്നും ഇയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഇയാൾക്ക് രോഗമുണ്ടാക്കിയിട്ടുണ്ട് എന്നും പറയാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ വഹിയുള്ള പ്രവാചകന്മാർക്കല്ലാതെ മറ്റുള്ളവർക്ക് സാധിക്കുകയില്ല എന്നത് തർക്കമറ്റ ഒരു കാര്യമാണ്. കേരളത്തിൽ ഈ വാദം ഉന്നയിച്ച് നടക്കുന്നവർക്കും ആ വിഷയത്തിൽ തർക്കമില്ല എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരാളുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചിട്ടുണ്ട്, ആ ജിന്നാണ് ഈ രോഗമുണ്ടാക്കുന്നത് എന്ന് ഇവിടെ ഒരാളോട് 4 ചോദ്യം ചോദിച്ച് എന്നിട്ട് ആ സംഭാഷണം ജിന്നിനോടാണെന്ന വ്യാജേന ചോദ്യവും ഉത്തരവും അത് വിശ്വസിച്ചുകൊണ്ട് അടിച്ചിറക്കുന്ന ഈ ചികിത്സ നടത്താൻ ശരീരത്തിൽ ഇങ്ങനെ ജിന്ന് കയറിയിട്ടുണ്ട് എന്നുറപ്പിച്ച് പറയാൻ ഇവനാരാ? അതിനൊരാൾക്കും സാധ്യമല്ല. ഒരു മൊല്ലാക്കാർക്കും കഴിയില്ല, ഒരു മുസ്ലിയാർക്കും കഴിയില്ല, ഒരു മൗലവിക്കും കഴിയില്ല, ഒരു ആത്മീയ ചികിത്സകനും മുസ്ലിം ജ്യോതിഷികൾക്കും അതിനാവില്ല എന്നുള്ള വസ്തുത അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം നമുക്ക് അനുഭവപ്പെട്ടാൽ ഒന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, തിരുസുന്നത്ത് പഠിപ്പിക്കുന്നത് ക്ഷമിക്കുക എന്നതാണ്. രണ്ടാമതായി രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. മൂന്നാമതായി രോഗത്തിനുള്ള മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുക എന്നതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചതാണ്. ക്ഷമ അവലംബിക്കുക എന്നത്. ഒരുപക്ഷെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരാള് ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഈ അവയവം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ക്ഷമ അവലംബിച്ചു എന്നതിനാൽ അല്ലാഹു അയാൾക്ക് മഹത്തായ പ്രതിഫലം നൽകുമെന്ന് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു സ്ത്രീ നബിയുടെ അടുക്കൽ വന്നു, എന്നിട്ട് നബിയോട് തന്നെ ബാധിക്കുന്ന അവസ്മാരം പോലുള്ള രോഗത്തെ സംബന്ധിച്ച് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്കുത്തമെന്നതാണ്. അല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ എന്ന് നീ പറയുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. ആ സ്ത്രീ പറഞ്ഞു, എങ്കിൽ നബിയെ അവിടുന്ന് ഞാൻ ബോധരഹിതയായി വീഴുമ്പോൾ എന്റെ നഗ്നത വെളിവാകാതിരിക്കുവാൻ വേണ്ടി അവിടുന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, ഞാൻ ക്ഷമിക്കാം, എനിക്ക് അല്ലാഹു പ്രതിഫലം തരട്ടെ എന്ന സ്ത്രീ പറഞ്ഞ സംഭവം ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം. ആ സ്ത്രീക്ക് തിന്നുകൂടിയതാണ്, അതിന് അടിച്ചിറക്കിയേ പറ്റൂ എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ചെയ്തതുമില്ല. ക്ഷമ അവലംബിക്കുന്ന ആൾക്ക് അതിനുള്ള പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് പഠിപ്പിച്ചു. സ്വന്തം ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നതെങ്കിൽ നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദന അവിടെ നീ നിന്റെ കൈവെക്കുക. എന്ന് നീ 3 പ്രാവശ്യം പറ.
അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. അല്ലാഹുവേ, ഞാൻ അനുഭവിക്കുകയും ഭയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തിന്മയിൽ നിന്ന് നിന്നോട് നിന്റെ ഖുദ്റത്തിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക 7 പ്രാവശ്യമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. ഇങ്ങനെ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അതേപോലെ നീ ഒരു രോഗിയെ കണ്ടാൽ, മകനാവട്ടെ, ഉപ്പയാവട്ടെ, അയൽവാസിയാകട്ടെ, ബന്ധുവാകട്ടെ, അതല്ലാത്തൊരു സഹോദരനാവട്ടെ, നീ ചെന്ന് കണ്ടാൽ അയാളുടെ രോഗശമനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. എന്താ നീ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുവേ, നീ ശമനം നൽകണമേ, നീയല്ലാതെ ശമനം നൽകുന്നവരില്ല. അതിനാൽ രോഗം പൂർണ്ണമായി സുഖപ്പെടുന്ന വിധത്തിൽ നീ ശമനം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒരു രോഗിയെ കാണുമ്പോൾ 7 തവണ അയാളുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് സന്ദർശകനായ വിശ്വാസി എന്ന അല്ലാഹുവിനോട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് റസൂൽ പഠിപ്പിച്ചതാണ്. ഈ രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് റുഖിയ. ഇപ്പൊ റുഖിയ ശറയ്യാണ് അതിങ്ങനെ കൊണ്ടുനടക്കും സ്വകാര്യമായിട്ട്. എന്താ റുഖിയ ശറയ്യ? എന്താണ് അത്? ബുക്കായിരിക്കും, അല്ലെങ്കിൽ CD ആയിരിക്കും. നാണം കെട്ട ഏർപ്പാട്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു റുഖിയ ശറയ്യ ഇല്ല. എങ്ങനെ ഇപ്പറഞ്ഞ CD ആയി ബുക്കായി? നേരെ മറിച്ച് റുഖിയ എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണം, അത് പ്രാർത്ഥനയാണ്, രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഏതുപോലെ? ഇസ്തിഗാസ പോലെ. ഇസ്തിഗാസയും ദുആയാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റുഖിയയും ദുആയാണ്, ദുആയും റുഖിയയും തമ്മിൽ വ്യത്യാസമുണ്ട്. എളുപ്പം മനസ്സിലാക്കാനുള്ള ഉദാഹരണം, ഒരാൾ ചാലിയാറിന്റെ മക്കത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊടുന്നതിന് അതിലേക്ക് വീണു. അയാൾക്ക് നീന്താൻ അറിയില്ല, ആഴ്ന്നുപോയി. വീഴുമ്പോൾ വിളിച്ചു, അല്ലാഹുവേ രക്ഷിക്കണേ. ആ പ്രാർത്ഥന ഇസ്തിഗാസയാണ്. ആ പ്രാർത്ഥനയുടെ പ്രത്യുത്തരം അപ്പോൾ ലഭിക്കണം. അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം അല്ലാഹു നൽകണം. അല്ലാത്ത പക്ഷം അയാൾ മരിച്ചു പോകും. അതാണ് അവസ്ഥ. ഇതിനെയാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ, അടുത്ത കൊല്ല ഹജ്ജിനെ നറുക്കെടുക്കുമ്പോ എതിക്കരുത്, എന്റെ നറുക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഉത്തരം ഇപ്പോഴല്ല, അടുത്ത വർഷം ഹജ്ജിന് നറുക്കെടുക്കുമ്പോൾ ആണ് അയാൾക്ക് ലഭിക്കേണ്ടത്. എന്നാൽ ആദ്യം പറഞ്ഞ പ്രാർത്ഥനയുടെ ഉത്തരം അടുത്ത കൊല്ലത്തേക്ക് നീക്കിവെച്ചാലോ അയാൾ ബാക്കിയുണ്ടാവില്ല. അടിയന്തരമായ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇസ്തിഗാസ. സാധാരണ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ദുആ, ഇതാണ് വ്യത്യാസം. ഇതുപോലെ നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. മകനെ ഗൾഫിലേക്ക് അയക്കുകയാണ്, പടച്ചോനെ ഫ്രീ വിസയാണ്, 2 ലക്ഷം രൂപ ചെലവായി, എന്റെ കുട്ടി അവിടെ എത്തിയാൽ ഒരാഴ്ച കൊണ്ട് ഒരു നല്ലൊരു ജോലി കിട്ടണേ എന്നതൊരു പ്രാർത്ഥനയാണ്. എന്നാൽ മകൻ യോഗശയ്യയിലാണ്, ദിവസങ്ങളായി രക്ഷയില്ല. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമൻ വലാ അലമ. ഇതും പ്രാർത്ഥനയാണ്. ആദ്യത്തെ പ്രാർത്ഥന മകന് ജോലി കിട്ടുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനക്കാണ് റുഖിയ എന്ന് പറയുന്നത്. അതാണ് മന്ത്രം എന്ന് മലയാളത്തിൽ പറയുന്നത്. മന്ത്രം ഇന്ന് ആരെങ്കിലും കണ്ടുപിടിച്ച് പൊടികെട്ടി പുറത്തു കൊണ്ടുവന്നതല്ല. ഇസ്ലാഹി പ്രസ്ഥാനം നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചതും ഇതിൽ മന്ത്രവാദം വിളിച്ചുകൂടിയതുമാണ്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രസംഗിക്കാറുള്ളത്, ഞങ്ങൾ മന്ത്രത്തിനെതിരല്ല, വാദം പിടിച്ച മന്ത്രത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നാണ്. അഥവാ മന്ത്രവാദത്തെ എന്നാണ് മൗലവിയുടെ പ്രയോഗം. കാരണം മന്ത്രം എന്ന് പറഞ്ഞാൽ രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതാണ് ഫാത്തിഹ ഓതിയും ഇഖ്ലാസും അഅ്ളത്തൈനി ഓതിയും ആയത്തുൽ കുർസി ഓതിയും അല്ലാഹുമ്മ ശ്ഫി എന്ന ദിക്ർ ചൊല്ലിയും അസ്അലുല്ലാഹൽ അലീം എന്ന ദുആ ചൊല്ലിയുമൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതും. അതല്ലാത്ത ഈ വാദം പിടിച്ച മന്ത്രം
ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അന്യമാണ്. നമ്മുടെ കുണ്ടുകളോട് വെച്ച് നടന്ന വാദപ്രതിവാദ വ്യവസ്ഥയിൽ മന്ത്രത്തെ സംബന്ധിച്ച് ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ എഴുതുകയുണ്ടായി. ആ വാദം എഴുതി വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ കഴിഞ്ഞപ്പോൾ തന്നെ യാഥാസ്ഥിക പുരോഹിതന്മാർ തീരുമാനിച്ചു, വ്യവസ്ഥയിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇവരുമായി ഒരു വാദപ്രതിവാദം നടത്തിയാൽ എന്തായിരിക്കും? അതുകൊണ്ട് പിന്നെ വാദപ്രതിവാദം നടന്നില്ല, അവരുടെ വ്യവസ്ഥ മാത്രമേ നടന്നുള്ളൂ. അന്ന് മുതൽക്ക് മന്ത്രമെന്ത് എന്ന് ഖുർആനുമായി വ്യവസ്ഥ എഴുതി തയ്യാറാക്കിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്ക് ആരും പുതുതായി മന്ത്രത്തെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇസ്ലാഹി പ്രസ്ഥാനം വ്യക്തമായി സമൂഹത്തെ പഠിപ്പിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് ഇന്ന് ഈ സീഡികളുമായി നടക്കുന്ന ഏർപ്പാടുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഡോക്ടറായ ഒരു സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ കോളേജിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫസർ അത് വിളിച്ചുകൊണ്ട് പറഞ്ഞുവത്രേ, ഇന്ന് ഒരു സംഭവമുണ്ടായി, എന്റെ അടുക്കൽ ഒരു പാമ്പ് കടിയേറ്റ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്, ഈ കുട്ടിയെ ചികിത്സിക്കണം, ഇത്ര അവശനായി, എന്റെ കാരണം ഇത്ര എന്നെ പാമ്പ് കടിച്ചത് അത് 3 ദിവസമായി, എന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു? മറുപടി ഇവർ പറയുന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഞാൻ ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ കാര്യം പറയണം. അപ്പൊ ഞങ്ങൾക്ക് മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ മുമ്പ് റുഖിയ ശറഈയ എന്നത്തെ ഏർപ്പാടിന്റെ 3 വർഷം ഞങ്ങൾ ആ പണിയിലായിരുന്നു എന്നാ പറഞ്ഞത്. ഈ നല്ല കടുത്ത വിഷം ബാധിച്ചതാണെങ്കിൽ റുഖിയ ശറഈയ നടക്കുമ്പോഴേക്ക് ഓൻ ഔട്ടായിട്ടുണ്ടാവും. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥകൾ ദുന്യാളാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ദുന്യൊന്നുമല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് പറയുന്നത്? എനിക്ക് വിഷമമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നോക്കണം നിങ്ങൾ, ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഒന്ന്. രണ്ടാമത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശത്ത് അങ്ങനെയുള്ളൊരു തറവാട്ടിൽ നിന്ന് 10-15 കൊല്ലമായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഈ മരുന്നൊക്കെ ഗുളികയൊക്കെ ഒന്ന് നിർത്തുക എന്ന് പറഞ്ഞൊക്കെ നിർത്തിയിട്ട് റുഖിയ ശറഈയ ചെവിയിലിട്ട് കൊടുക്കാൻ തുടങ്ങി. കാസറ്റിട്ടിട്ട് ചെവിക്ക് റുഖിയ ശറഈയ വെച്ചു കൊടുത്തു 2-3 വർഷം. അപ്പൊ അടിയും പിടിയൊക്കെ ആയി നാന അള്ളാഹു ആലം. എന്താണെങ്കിലും കയ്യും കാലും കൂട്ടിക്കെട്ടിയിരുന്നു, ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു. അത് മെറ്റലിലുള്ള മുറ്റത്ത് കിടന്ന അടയാളാണ് എന്ന് പറയപ്പെടുന്നു, അള്ളാഹു ആലം. ഞാൻ പറയുന്നത് 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആള് വയലന്റായി ആദ്യത്തെ ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ കാരണം ചോദിച്ചു. അപ്പോൾ റുഖിയ ശറഈയ നടത്തിയതാണ്. ഇങ്ങനെ ഒരു റുഖിയ ശറഈയ ഇസ്ലാമിലില്ല. ഇത് നടത്തിയതിന്റെ അനന്തര ഫലമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടായത്. പിന്നെ ഡോക്ടർ നല്ല താക്കീത് നൽകി നേരത്തെ കൊടുത്തിരുന്ന മരുന്ന് ആ ഡോസ് അനുസരിച്ച് കൊടുത്തപ്പോഴാണ് സുഖം പ്രാപിച്ചു വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ ദുഷിച്ച സമ്പ്രദായം അത് ഒരിക്കലും തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നേരെ മറിച്ച് റുഖിയ ശറഈയ എന്നത് മരുന്നിന്റെ കൂടെയും മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പും മരുന്ന് ഉപയോഗിച്ച ശേഷവും രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ രോഗശമനത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റുഖിയ ശറഈയ. അത് കേസറ്റായി കൊടുക്കുന്നതും സീഡിയായി കൊടുക്കുന്നതും ബുക്കായി കൊടുക്കുന്നതും വിദ്യാർത്ഥികളാണ്, അനാചാരങ്ങളാണ്. സൗദി അറേബ്യയിലെ ഏറ്റവും സമുന്നതനായ പണ്ഡിതനും ഈ നൂറ്റാണ്ടിലെ മുജദ്ദിദെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്ന അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസിനെ അധ്യക്ഷനായി ഇരുത്തിക്കൊണ്ട് ഇന്നത്തെ സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പ് മന്ത്രിയായ സുപ്രസിദ്ധ പണ്ഡിതനുമായ ഷേഖ് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് നടത്തിയ പ്രസംഗത്തിൽ, ഈ വിഷയത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു, ഇത്തരത്തിലുള്ളത് ശറഈന് വിരുദ്ധമാണ്, മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ടാണ് ഷേഖ് ഇബ്നു ബാസ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള റുഖിയ ശറഈയ ഇങ്ങനെ ഒരാൾക്ക് രോഗം വരുമ്പോഴേക്ക് അതൊക്കെ ചെകുത്താൻ കൂടിയതാണ്, ചെകുത്താനുണ്ടാക്കിയ രോഗമാണ് എന്ന് പറയുന്നത് ഒരടിസ്ഥാനവുമില്ലാത്തതാണ്. ഞാൻ അധികം ഇട്ട് സംസാരിക്കുന്നില്ല, 2-3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇങ്ങനെ ചികിത്സിക്കുന്ന ആളുകൾക്ക്, ആ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നവർക്ക് 2 തെളിവുകള്, 2 ന്യായങ്ങളുമാണ് പൊതുവെ പറയാനുള്ളത്. ആ 2 തെളിവുകളിൽ ഒന്നാമത്തെ തെളിവ് അത് യഅദ് ബിൻ മുർറ എന്ന് പറയുന്ന സഹാബിയിൽ നിന്ന് ഇബ്നു അബീ ശൈബയും മറ്റും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്.
ആ ഹദീസ് ഞാൻ വിശദീകരിക്കുമ്പോൾ അതിൽ തെളിവുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാബിർ ബിൻ മുർറ പറയുന്നത് റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസ മാ റആഹ അഹദുൻ മിൻ ഖബ്ലി വലാ യറാഹ അഹദുൻ മിൻ ബഅദി. ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 3 കാര്യങ്ങൾ കണ്ടു. ആ 3 കാര്യങ്ങൾ എനിക്ക് മുമ്പ് ആരും കണ്ടിട്ടില്ല, എന്റെ ശേഷം വേറെ ആരും അത് കാണുകയുമില്ല. ജാബിർ ബിൻ മുർറയും ജാബിർ റളിയല്ലാഹു അൻഹു അതുപോലെ ആ യാത്രയിൽ നബിയോടൊപ്പമുള്ളവർ മാത്രമാണ് അതിന് സാക്ഷികളായിട്ടുള്ളത്. അല്ലാത്തവർക്കത് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞത് ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളല്ല, അസാധാരണമായ സംഭവമാണ്. വേറൊരു റിപ്പോർട്ടിലുള്ളത് ഞാൻ നബിയിൽ നിന്ന് അസാധാരണമായ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടു എന്നാണ്. ആശ്ചര്യകരമായ ഒരു കാര്യം നബിയിൽ നിന്ന് ഞാൻ കണ്ടു എന്നാണ്. എന്താണ് ഈ ആശ്ചര്യകരമായ കാര്യം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലമൂത്ര വിസർജനം ചെയ്യണം. ഒരു മറക്കപ്പുറത്തെത്തിയത് അത് നിർവഹിക്കാവൂ. ഒരു മറയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. നബി കൂടെയുള്ളവരോട് പറഞ്ഞു, അവിടെ വല്ല വൃക്ഷമുണ്ടോ എന്ന് ചെന്ന് നോക്കൂ, വല്ല മറയുമുണ്ടോ എന്ന് നോക്കൂ. നോക്കിയവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ അവിടെ 2 ഈത്തപ്പന തൈകളുണ്ട്, അതൊന്നും വണ്ണമുള്ളതല്ല. നബി പറഞ്ഞു, അവിടെ ചെന്ന് പറ, അല്ലാഹുവിന്റെ റസൂൽ ഈ 2 വൃക്ഷങ്ങളോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ പറഞ്ഞിരിക്കുന്നുവെന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ 2 ഒട്ടകക്കുട്ടികൾ ചാടി വരുന്നത് പോലെ ആ 2 മരങ്ങൾ ചാടി വന്ന് ചേർന്നു നിന്നു. നബി അവിടെ പോയി തന്റെ മലമൂത്ര വിസർജനം നിർവഹിച്ചു. ആ സഹാബിയോട് പറഞ്ഞു, ആ വൃക്ഷത്തിനോട് അതിന്റെ യഥാസ്ഥാനത്തേക്ക് മാറി നിൽക്കാൻ പറ. അവർ പറഞ്ഞു, അത് സംഭവിച്ചു. ഇതിവിടുത്തെ ഏതെങ്കിലും മല്ലാക്കാർക്ക്, ആത്മീയ വൈദ്യന്, ആത്മീയ ചികിത്സകന്, മുസ്ലിയാർക്ക്, മൗലവിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇത് സാധാരണ സംഭവമാണോ? അതോ മുഅ്ജിസത്താണോ? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണിത്. 2, റസൂലുള്ളാഹിയുടെ ആ യാത്രയിൽ അതാ ഒരൊട്ടകൻ നബിയുടെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്നു. ആ റസൂലുള്ള അത് കേട്ടുകൊണ്ട് ചോദിച്ചു, ആരുടേതാണ് ഈ ഒട്ടകം? ഉടമസ്ഥന്മാരെ വിളിച്ചു, ഏതാനും ചെറുപ്പക്കാർ, നിങ്ങൾ എന്റെ ഈ ഒട്ടകത്തെ പറ്റി പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല നബിയെ. അല്ല, നിങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഒട്ടകത്തെ കൊണ്ട് ഇനി ജോലി ചെയ്യിപ്പിക്കാൻ വയ്യ, അത് ക്ഷീണിച്ചു പോയി, വാർദ്ധക്യം, പ്രായാധിക്യം, അതുകൊണ്ട് അതിനെ അറുത്തതിന്റെ മാംസം ഓരിയിടണമെന്ന് ഞങ്ങൾ പറഞ്ഞു. വിട്ടേക്കൂ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ തന്നേക്കൂ, അത് ഒട്ടകക്കൂട്ടത്തിൽ മേയട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ അവർ അതിനെ അറുക്കാതെ വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ചാവാലി പശു ഏതെങ്കിലും മല്ലാക്കമാരി നടന്നു പോകുമ്പോൾ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് കണ്ണൂരൊലിപ്പിച്ച് സംസാരിക്കുമോ? സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകുമോ? അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? സന്തോഷത്തോടെ ഊർജ്ജസ്വലതയിൽ ആ ഒട്ടകം തിരിച്ചുപോയി എന്നാണ് ഹദീസ് മനസ്സിലാക്കി തരുന്നത്. ഇത് സാധാരണ സംഭവമാണോ? ഇവിടെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. 3ാമത്തെ കാര്യം, ഒരു സ്ത്രീ ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ചു വരുന്ന നബിയുടെ അടുക്കലേക്ക്, നബിയെ ഈ കുട്ടിക്ക് പല തവണയായി ദിനം പ്രതി മോഹാലസ്യമുണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ നേരെ നോക്കി. എന്നിട്ട് കുട്ടിയുടെ നെഞ്ചിലടിച്ചു. എന്നിട്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി 1ലധികം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ശത്രു നീ പോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാ. അല്ലാഹുവിന്റെ ശത്രു നീ പോ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞാൽ, റസൂലാണെന്ന് പറഞ്ഞാൽ, അതൊന്നും പറയാതെ അടിച്ചാലും ആരാണ് അടിച്ചത്? റസൂലുള്ളയാണ് അടിച്ചത്. ഇതൊരു സാധാരണ സംഭവമാണോ? ചില ആളുകൾക്കുള്ള സംശയം, അന റസൂലുള്ള എന്ന് പറഞ്ഞ റിപ്പോർട്ടുള്ള പോലെ അന അബ്ദുള്ള എന്നും റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമ എന്ന് നമുക്കൊക്കെ പറയാൻ പറ്റില്ലേ? അതുകൊണ്ട് നമ്മളൊക്കെ അടിച്ചാൽ ജില്ല ഇറങ്ങിപ്പോകും എന്നാണ് ചിലർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റില്ല. ഒരാൾ ഈ ഹാളിലേക്ക് കയറി വന്ന് അതെ എന്ന് പറയുന്നു, മുഹമ്മദാണ് ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരാളാരാ? മുഹമ്മദാണ്. അറബി ഭാഷ പഠിച്ച, ഉസൂല് പഠിച്ച ആളുകൾക്കറിയാം, ആമും ഹാസും വന്നാൽ ഹാസിനെയാണ് ആമിനേക്കാൾ ബന്ധിക്കേണ്ടത്. പൊതുവായ പ്രയോഗത്തെക്കാൾ പ്രത്യേകമായ പ്രയോഗത്തെയാണ് അംഗീകരിക്കേണ്ടത് എന്നത് ഉസൂല് അംഗീകരിക്കുന്ന നിദാന ശാസ്ത്രത്തിലെ തത്വമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതനുസരിച്ച് അബ്ദുള്ള എന്ന് പറഞ്ഞ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ ആ അബ്ദുള്ള റസൂലുള്ളയാണ് എന്നർത്ഥം. ഇത് രണ്ടും പറയാതെ നബി അടിച്ചാൽ അടിച്ചത് നബിയാണെന്നർത്ഥം. ഇതാണ് 3ാമത്തെ സംഭവം. ഈ 3ാമത്തെ സംഭവം മാത്രം മുഅ്ജിസത്തല്ല, മറ്റു
രണ്ട് കാര്യങ്ങളും മാത്രമേ മോചിതത്തുള്ളൂ എന്നാണ് ചില ആളുകൾ വാദിച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നത്. ആ വാദമാണ് അടിച്ചിറക്കി ചികിത്സിക്കുന്നവരുടെ അടുക്കലേക്ക് പറഞ്ഞേക്കാനും ആ പണിക്കിന് ആളുകൾ തുടങ്ങാനും അവർക്കുള്ള തെളിവ് ഇതാണ്. ഈ തെളിവ് അസ്ഥാനത്താണ്. ഒന്നാമത് ഞാൻ സൂചിപ്പിച്ച ഹദീസിന്റെ പദപ്രയോഗം എനിക്ക് മുമ്പൊരാളും ഇത് കണ്ടിട്ടില്ല, എനിക്ക് ശേഷം യാതൊരാളും ഇത് കാണില്ലെന്ന് ആ സംഭവത്തിന് സാക്ഷികളായ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബികൾ പറഞ്ഞത് സാധാരണ സംഭവമല്ല എന്നതിന് തെളിവ്. രണ്ടാമത് എന്നൊക്കെ പറഞ്ഞ പദപ്രയോഗങ്ങൾ അസാധാരണമായ അത്ഭുതകരമായ കാര്യമാണ് കണ്ടത് എന്നതും തെളിവ്. മൂന്നാമതായി ഈ സംഭവത്തിന്റെ കൂടെ പറഞ്ഞ രണ്ടു കാര്യങ്ങളും ഒരിക്കലും നിസ്സംശയം അത് മുഅ്ജിസത്താണ് എന്ന് ഏവരും സമ്മതിക്കും. പിന്നെ ഈ മൂന്നാമത്തെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ തർക്കിക്കും. നാലാമത്തെ തെളിവ് ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് കിതാബുൽ ഫളാഇൽ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്ന അധ്യായത്തിലാണ്. എന്നിട്ട് അതിൽ മുഹമ്മദ് നബിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള പ്രത്യേകമായി നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ്. അപ്പം മുഹമ്മദ് നബിക്ക് അല്ലാഹു പ്രത്യേകമായി നൽകിയത് എന്നാണ്. അഞ്ചാമതായി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഈ കിതാബ് തഹ്ഖീഖ് ചെയ്ത ദക്തൂർ സഈദ് അൽ-നഹാം രേഖപ്പെടുത്തുന്നു വഹാദിഹി സലാത്ത് മിൻ മുഅ്ജിസാത്തിർ റസൂൽ വഅലാമി നബുവതിഹി. ഈ മൂന്ന് കാര്യങ്ങൾ മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതായത് രണ്ട് കാര്യങ്ങളെന്നല്ല, ഈ മൂന്ന് കാര്യങ്ങളെന്നാണ് എടുത്തു പറഞ്ഞത്. ആറാമതായി ഈ സംഭവം ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലുൻ നുബുവ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത്. ദലായിലുൻ നുബുവ എന്നാണ് കിതാബിന്റെ പേര് തന്നെ, നുബുവത്തിന്റെ അടയാളങ്ങളെന്ന്. അതിൽ അദ്ദേഹം അധ്യായം കൊടുത്തത് ബാബു ദിക്റിൽ മുഅ്ജിസാത്തിസ് സലാത്ത് അല്ലത്തി ശഹിദഹുന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാഹി വഗൈറുഹു ബിശ്ശജറത്തൈനി വസ്സബിയ്യി വൽജമലി വമാ കാന ഫീ കുല്ലി വാഹിദിൻ മിൻഹുന്ന മിൻ ആസാരി നുബുവ. മൂന്ന് മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ജാബിർ റളിയല്ലാഹു അൻഹു മറ്റുള്ളവരും കണ്ട രണ്ട് മരങ്ങളുടെ വിഷയത്തിൽ, കുട്ടിയുടെ വിഷയത്തിൽ, ഒട്ടകത്തിന്റെ വിഷയത്തിൽ വമാ കാന ഫീ കുല്ലി വാഹിദിൻ മിൻഹുന്ന മിൻ ആസാരി നുബുവ. ആ മൂന്നിലോരോ കാര്യത്തിലുമുള്ള നുബുവത്തിന്റെ അടയാളങ്ങൾ, ലക്ഷണ തെളിവുകൾ ഏതോ അത് പ്രതിപാദിക്കുന്ന അധ്യായം എന്നാണ്. ഏഴാമതായി ഇമാം സുയൂത്തി തന്റെ അൽ ഖസായിസ് എന്ന ഗ്രന്ഥത്തിൽ ദിക്റുൽ മുഅ്ജിസാത്തിൽ ലത്തി വഖഅത് ഇൻദ വിഫാദത്തിൽ വഫൂദി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുക്കലേക്ക് ദൗത്യ സംഘങ്ങൾ വന്നപ്പോൾ സംഭവിച്ച മുഅ്ജിസത്തുകൾ പ്രതിപാദിക്കുന്ന അധ്യായം എന്ന തലക്കെട്ടിലാണ്. അതിൽ ബാബു മാ വഖഅതി വഫ്ദി ഫിസാറ ഗോത്രക്കാർ വന്നപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളുടെ കൂട്ടത്തിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നത്. എട്ടാമതായി ഇബ്നു ഇസ്ഹാഖ് തന്റെ സീറയിൽ രേഖപ്പെടുത്തുന്നു ആലാമുൻ നുബുവ ഇതുപോലുള്ള അവസ്ഥ ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം? ആരുടെ അടുക്കലെങ്കിലും ചെല്ലണം, എന്നിട്ട് നീ ഇങ്ങനെ ഇരിക്കണം, വാ കൊടുത്തു കൊടുക്കണം, തുപ്പാൻ പറയണം, അടിക്കാൻ പറയണം എന്ന് നബി പറഞ്ഞിട്ടില്ല. നിനക്കുണ്ടായതുപോലുള്ള അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായാൽ ഞാൻ ചെയ്തതുപോലെ നീ ചെയ്തോ എന്ന് നബി ആ സഹാബിയോട് പറഞ്ഞില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാക ശൈത്താനുൻ യുഖാലു ലഹു ഖിൻസിസ്, അത് ഖിൻസർ എന്ന് പറയുന്ന പിശാചാണ്. ഫഇദാ അഹ്സസ്തഹു, നിനക്ക് അനുഭവപ്പെട്ടാൽ ഫതഅവ്വദ് ബില്ലാഹി മിൻഹു വഖ്ഫിർ അലാ യസാരിക സലാസ, നിനക്ക് ഇതുപോലെ അനുഭവപ്പെട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നീ പറഞ്ഞോ. ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പിക്കോ എന്നാണ് നബി പറഞ്ഞത്. നിന്റെ വാ കൊടുത്തു കൊടുത്തോ, മറ്റുള്ളവരോട് തുപ്പാൻ പറഞ്ഞോ എന്ന് നബി പറഞ്ഞില്ല. അതേപോലെ തന്നെ നിനക്കുണ്ടായാൽ നീ വാ കൊടുത്ത് മറ്റുള്ളവരോട് തുപ്പാൻ പറ എന്ന് പറയാത്ത പോലെ മറ്റുള്ളവരുടെ വായിൽ തുപ്പിക്കോ എന്നും നബി പറഞ്ഞിട്ടില്ല. റസൂലുള്ള വഹയുള്ള നബിക്കറിയുന്നത് പോലെ ഈ കാര്യം മറ്റുള്ളവർക്ക് അറിയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ വസ്വാസുകളാകട്ടെ അല്ലാത്തതാകട്ടെ നിങ്ങൾക്ക് ഏൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്
എന്നാണ് അമ്മ കൽപ്പിച്ചത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നബി ചെയ്തപ്പോൾ നബി ഇത് ചെയ്തു, അത് നബിയുടെ മുഅ്ജിസത്താണ്. എന്നാൽ ഒരു സഹാബിയോട് ഇങ്ങനെ ചെയ്യാൻ നബി പറഞ്ഞില്ല. നിനക്കിങ്ങനെ ഉണ്ടായാൽ നീ ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലാണ്, ഇസ്തിആദത്ത് നടത്തലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ തെളിവ്. നബി ചെയ്തപ്പോൾ വഹയുള്ള പ്രവാചകൻ ആ മുഅ്ജിസത്ത് എന്നുള്ള നിലക്ക് അത് ചെയ്തു. എന്നാൽ സഹാബിയോട് പറഞ്ഞത് ഇത് ചെയ്തോ എന്നല്ല, നിനക്കിത് അനുഭവപ്പെട്ടാൽ നീ ഫതഅവ്വദ് ബില്ലാഹ്, അല്ലാഹുവിനോട് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടണം. വഖ്ഫുൽ അലാ യസാരിക സലാസ, ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം നീ തുപ്പണം, വായയിലേക്ക് തുപ്പണം എന്നല്ല നബി പറഞ്ഞത്. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ തെളിവായി ഉദ്ധരിക്കപ്പെടുന്ന 2 കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾ നോക്കണം, ഇവിടെ നമുക്കിടയിൽ കണ്ടുവരുന്ന ചില സമ്പ്രദായങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ CD വെച്ചുകൊണ്ട് അത് കേൾപ്പിക്കുക, അത് ചെവിയിൽ വെച്ചും അല്ലാതെയും. ഇപ്പോ മാസായിട്ടുള്ള റുഖ്യകളും തുടങ്ങിയിട്ടുണ്ട് അത്ര പലയിടത്തും. ഒരു ഓഡിറ്റോറിയത്തിൽ ഒന്നിച്ചിരുത്തിയിട്ട് മൈക്ക് വെച്ചിട്ട് വലിയ വോള്യത്തിൽ റുഖ്യ ശറയ്യ എന്ന് പറഞ്ഞിട്ട് പലതും അങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത്. വാസ്തവത്തിൽ ഈ വിഷയകമായി വന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടി ഇതാണ്. സൗദി അറേബ്യയിലെ ദാറുൽ ഇഫ്ത നൽകുന്ന ഫത്വയാണ് تشغيل جهاز التسجيل على آيات من القرآن لعدة ساعات عند المريض وانتزاع آيات معينة تخص السحر وأخرى للعين وأخرى للجان. كافة ركاديته قرآن ഇങ്ങനെ മണിക്കൂറുകളോളം രോഗിയെ കേൾപ്പിക്കാൻ, അതിന് ചില ആയത്ത് സിഹിറിനുള്ള ആയത്ത്, ചില ആയത്ത് കണ്ണേറിനുള്ള ആയത്ത്, ചില ആയത്ത് ഭിന്നവാദക്കുള്ള ആയത്ത്, ചില ആയത്ത് വേറെ പലതിനുള്ള ആയത്ത് എന്നുള്ള നിലയ്ക്ക് ചില ആയത്തുകൾ ചിലതിനെന്ന് പറഞ്ഞ പ്രത്യേകമായി ഇങ്ങനെ കേൾപ്പിക്കുന്നതിന് വല്ല തെളിവുമുണ്ടോ? തശ്ഗീലു ജിഹാദി തസ്ജീൽ ബിൽ ഖിറാഅത്തി വൽ അദ്ഇയ ലാ യുഗ്നി അനി റുഖിയ, അത് മന്ദമാകുന്ന പ്രാർത്ഥനയ്ക്ക് പകരമാവുകയില്ലേ ഇല്ല. لأن الرقية عمل يحتاج إلى اعتقاد ونية حال أدائها. കാരണം പ്രാർത്ഥന എന്ന് പറയുന്ന മന്ത്രം അഥവാ ശരിയായ റുഖിയ അതെന്താ? അത് നിർവഹിക്കുന്ന ആൾക്കത് നീയത്തുണ്ടാവണം, വിശ്വാസമുണ്ടാവണം. ഞാൻ ഈ രോഗിയുടെ രോഗം സുഖപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന ഉദ്ദേശം മനസ്സിലുണ്ടാവണം. പടച്ചവനെ എന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് സുഖപ്പെടുത്തി കൊടുക്കണമെന്ന വിശ്വാസമുണ്ടാവണം. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ, അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഊതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ CD പ്ലെയർ ഊതുകയില്ല, CD പ്ലെയറിന് നീയത്തുമില്ല, വിശ്വാസവുമില്ല. കേവലം ഈ ശബ്ദം കേൾപ്പിച്ചത് കൊണ്ടോ ബുക്ക് വായിച്ചത് കൊണ്ടോ ആ പ്രയോജനമുണ്ടാവില്ല. ഈ ഉപകരണത്തിൽ നിന്ന്, പ്ലെയറിൽ നിന്ന് ഇപ്പറഞ്ഞ കാര്യം ഒരിക്കലും സംഭവിക്കുകയില്ലല്ലോ എന്നാണ്. ഇതേപോലെ തന്നെ ശൈഖ് ഇബ്നു ബാസിനോടുള്ള ഒരു ചോദ്യം, ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി വഖാല റഹിമഹുല്ലാഹ് عندما سئل عن حكم استعمال الخنث والضرب لمن يعتقد ان فيه جنة. ഇങ്ങനെ കാസറ്റ് കേൾപ്പിച്ചു കൊടുക്കുമ്പോ ചില വെള്ളം മുഖത്തേക്ക് അടിക്കും, ശീലമുഖത്തിടും, അപ്പോൾ എടുത്ത് ചാടും, ഉള്ളും. ഇങ്ങനത്തെ ചില സൈറ്റുകളുമായി നടക്കുന്ന ചില വില്ലന്മാരും നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ആ സൈറ്റിലേക്ക് മറ്റുള്ളവരെ പറഞ്ഞയക്കുന്ന, നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരും പ്രചരണം നടത്തുന്നവരുമുണ്ടല്ലോ. വാസ്തവത്തിൽ ഇതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം പഴകിപ്പൊളിച്ച മൊല്ലതന്ത്രങ്ങൾ മാത്രമാണിത്. ചീനാകാന്തായി അരച്ച് വെള്ളത്തിൽ കലക്കി അതിന് ശീലമുക്കി ഉണക്കിയെടുത്ത് ആ ശീലമുഖത്തിട്ട് എണ്ണയോ അതേപോലെ ജൈത്തൂന്റെ എണ്ണയോ അതല്ലെങ്കിൽ സംസം വെള്ളമോ അതല്ലാത്ത വെള്ളമോ സ്പ്രേ ചെയ്താൽ ആ ചീനാകാന്താരി കണ്ണിലും മുഖത്തും അതിന്റെ സ്വാധീനമുണ്ടാകുമ്പോൾ ഏത് ചെകുത്താൻ അതിനെ ഇളകാതിരിക്കാം. എന്ത് ചെയ്തിട്ടും ഇളകാത്ത ആളുകളാണെങ്കിൽ, പെണ്ണുങ്ങളാണെങ്കിൽ അടിവസ്ത്രമൊക്കെ റൂമിൽ പോയി അഴിച്ചിട്ട് ഒരു തുണി കൊടുക്കും, ഇത് ഉടുക്കാൻ പറയും, എന്നിട്ട് സംസം വെള്ളം സ്പ്രേ ചെയ്യാൻ പറയും. അതിന് സ്പ്രേ ചെയ്താൽ പിന്നെ ബാക്കി ഞാൻ പറയണോ? ഏതാ പിന്നെ ഇളകാതിരിക്കാൻ? ഈ ജാതി ചില ഇളക്കുന്ന ആളുകളുണ്ട്. അതാണ് അറബ് രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും ഇത്തരം വിദ്വാൻമാർ ചെയ്തു
നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഇളക്കുന്ന ഏർപ്പാട് അതിന്റെ കൂടെയാണ് ഇടയ്ക്ക് അടി കൊടുക്കൊക്കെ ഇയാള് അടിച്ചിട്ട് ഇളകാണെന്ന് തോന്നുന്നു. ഈ ജാതി ചാട്ടവും ഓട്ടവും എന്ന് പറഞ്ഞ് കുരക്കലും ഛർദിക്കലും ഒക്കെ പല വിധത്തിലും കാണും. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ശേഷം ഇബ്നു ബാസ് പറയുന്നത് എന്താണ്? കഴുത്തിന് നിൽക്കുന്നതും അടിക്കുന്നതുമായ ജിന്നുണ്ട് എന്ന് പറയുന്ന ആളുകളെ ഇങ്ങനെ ചികിത്സിക്കുന്നതിന്റെ വിധി എന്താണ്? ചില ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് وهذا هو الذي ورد عن النبي صلى الله عليه وسلم والصحابة رضوان الله عليهم ولا نعرف منهم أنهم كانوا يضربون. അദ്ദേഹം പറയുന്നത് എന്നാൽ ശറഇൽ സ്ഥിരപ്പെട്ടത് ഫാത്തിഹ പോലെ, ആയത്തുൽ കുർസി പോലെ, മുഅവ്വദത്തൈനി പോലെ, സൂറത്തുൽ ഇഖ്ലാസ് പോലെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള സൂറകൾ അല്ലെങ്കിൽ ആയത്തുകൾ ഓതിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവ ഓതുക. അല്ലാഹുമ്മ ശ്രീ അൻത ശാഫി അസ്അലുല്ലാഹ അൽ-അസീം റബ്ബൽ അർശിൽ അസീം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ ഉഹിസ്സു വ ഉഹാദിർ പോലെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട നല്ല പ്രാർത്ഥനകളും ഖുർആൻ ആയത്തുകളും ഓതുക എന്നത് മാത്രമാണ് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടത്, സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. വലാ നഅരിഫു മിൻഹും അന്നഹും കാനൂ യദ്രിബൂന. അവരാരും അടിച്ചു ചികിത്സിച്ചതായി നമുക്കറിയില്ല. അമ്മാ ഫിഅലു ബഅദ് ഉലമാ ഫലൈസ ബിഹുജ്ജ. എന്നാൽ ഏതെങ്കിലും ചില ഉലമാക്കന്മാർ ഇങ്ങനെ ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് പ്രമാണമല്ല, അത് തെളിവല്ല. ഇബ്നു തൈമിയ്യയുടെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ഉണ്ടായതായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതാണ് ശൈഖ് ഇബ്നു ബാസ് സൂചിപ്പിക്കുന്നത്. അത് തെളിവുള്ളതല്ല. അമ്മാ ഫിഅലു ബഅദ് ഉലമാ ഫലൈസ ബിഹുജ്ജ ലഅന്ന ഹാദാ ഫീഹി നദർ. കാരണം ആ വിഷയത്തെപ്പറ്റി സംശയമുണ്ട്. അത് പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. അങ്ങനെ നബിയിൽ നിന്ന് വന്നിട്ടില്ല, സഹാബികളിൽ നിന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാൾ ചെയ്താൽ അത് നമുക്ക് പ്രമാണമല്ല, അത് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റില്ല എന്നർത്ഥം. എന്നാൽ ഇതുപോലെ അടിച്ചിറക്കി ചികിത്സിക്കുന്ന ഈ ചികിത്സാ സമ്പ്രദായം അടിസ്ഥാന രഹിതമാണ് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. ഞാൻ ഇനി വീട്ടിൽ സംസാരിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വേറെ ചില സംശയങ്ങൾ ഈ വിഷയത്തിൽ ഇപ്രകാരമാണ്. എന്താണ് ഞങ്ങൾക്കുള്ള അനുഭവം? ഇത്തരത്തിലുള്ള റുഖിയകൾ നടത്തിയിട്ട് സുഖമാവുന്നുണ്ടല്ലോ എന്നതാണ്. അതിന് നൽകുന്ന മറുപടി ഈ അനുഭവത്തിന് റുഖിയ നടത്തുന്നതിനുമെല്ലാം ന്യായവുമുണ്ടോ? ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുമോ? അവിടെ മറ്റേ ചെയ്തപ്പോൾ ഇയാൾക്ക് ഇളകി, അങ്ങനെ ജിന്ന് ഇളകിയതാണ് എന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓടിയപ്പോഴാണ് ചാടിയത്, അപ്പോഴാണ് കുരച്ചത്, അപ്പോഴാണ് ഛർദ്ദിച്ചത്, വേറെ ചിലതൊക്കെ അയാൾ പറഞ്ഞു ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. അൽ ജവാബ്, ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന മക്കായിലുള്ള പ്രസിദ്ധ പണ്ഡിതൻ, മദീന ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് റിട്ടയർ ചെയ്ത നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ സമദ് മൗലവിയുടെ സഹപ്രവർത്തകനായിരുന്ന ഷെയ്ഖ് റബീഉ ഇബ്നു ഹാദി മദ്ഖലിയാണ് പറയുന്നത്, ഈ അനുഭവങ്ങളും പരീക്ഷണങ്ങളിലൂടെ നേടിയെടുക്കുന്ന അനുഭവം അത് വൈദ്യത്തിലേ പറ്റൂ, അത് ശറഇൽ പറ്റില്ല. എനിക്കിങ്ങനെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മതപരമായ കാര്യത്തിൽ പറ്റില്ല, റുഖിയയിൽ പറ്റില്ല. നേരെ മറിച്ച് തിബിന് പറ്റും. പനഡോളാണ് നല്ലത്, ഡോളാണ് നല്ലത്. അത് ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിട്ടാണ് അത് ഇതിന് പറ്റും എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. വൈദ്യന്മാർ ചില മരുന്നുകൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മതപരമായ കാര്യങ്ങൾ അങ്ങനെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ പറ്റില്ല. എന്നാൽ വൈദ്യം എന്നത് അനുഭവത്തിന്റെ പരീക്ഷണത്തിന്റെ ഒക്കെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിലകൊള്ളുന്നത്. എന്നാൽ ചികിത്സ എന്ന് പറയുന്ന മതപരമായ രോഗശമനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് വൈദ്യ ചികിത്സയിൽ നിന്ന് വ്യത്യസ്തമാണ്. റുഖിയയിൽ അഥവാ രോഗ
രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിക്കലർത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റുഖിയ ശർഈയയിൽ അഥവാ ശർഈയിൽ സ്ഥിരപ്പെട്ട മന്ത്രങ്ങൾ എന്ന് പറയുന്ന ഈ പ്രാർത്ഥനകളിൽ പരിമിതപ്പെടുത്തലാണ് ഒരു വിശ്വാസിക്ക് അഭികാമ്യം എന്നതൊരു സംശയമില്ല. അമ്മത്തജാറും എന്നാൽ ഈ അനുഭവം മല്ലതി ഉദരിക്കവരൻ ആരാണ്, എവിടെ നിന്നാണ് ആദ്യം നിനക്കിത് കിട്ടിയത്? ഒമിൻ അതിന് ജാസിക്ക അൽ ഫിക്റത്തുഹാനി, എവിടുന്നാണ് എനിക്ക് ഈ ചിന്ത കിട്ടിയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ചികിത്സിക്കുന്ന സമയത്തുണ്ട്, നമ്മളിവിടെ തന്നെ അങ്ങനെയൊക്കെ ചെയ്ത ചില ആളുകളുണ്ടല്ലോ, അവര് ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് ഇരുത്തിയിട്ട് ഒരു കാസറ്റ് ഇടും, അല്ലെങ്കിൽ കാരണം ഓതാനും അറിയാത്തവരാണ് ഈ പണിയെടുക്കുന്നത്. ചിലർക്ക് ഓതാനൊക്കെ അത്യാവശ്യം അറിയാം, എന്നിട്ട് കാസറ്റ് ഇട്ട് കേൾപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവിടെ ഇരുന്നാലും ചിലത് ഓടും, വേറെ ചിലത് ചൊല്ലിപ്പറയും. അത് ചൊല്ലിപ്പറയുമ്പോ അങ്ങനെ ഇളകും. അപ്പോ കാലിന്റെ വിരലിന് നൂലുകൊണ്ട് കെട്ടും, കയ്യിന്റെ വിരലിന് നൂലുകൊണ്ട് കെട്ടും. എന്നിട്ട് ചോദിക്കും, എന്താ പേര്? ജോസഫ. എവിടുന്നാ വരുന്നത്? മണ്ണാർക്കാട്ടുന്ന. എങ്ങനെ കയറിയത്? മൂത്രമൊഴിച്ചപ്പോഴാ. എന്തിനെ കയറിയത്? അത് എനിക്ക് മൂപ്പരോട് ഇഷ്ടമായിട്ടാ. ഇങ്ങനെ ചില മറുപടി. ആരാ സംസാരിക്കണത്? ജിന്നാണ് ആ വെപ്പ്. അപ്പൊ ജിന്നാണ് സംസാരിക്കുന്നത് എന്ന വ്യാജേന ചോദിക്കുകയും ഇങ്ങനെ സംഭാഷണവും നടത്തുകയും ചെയ്യുന്നത് ശരിയാണോ? പാടില്ല. ഇമാം അൽബാനി പറയുന്നത്, അങ്ങനെ ഈ ജിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സംസാരിക്കുകയും പറഞ്ഞത് സ്വീകരിക്കുകയും ചെയ്താൽ فهو كمن أتى عرافا أو كاهنا فسأله فصدقه فلم يقبل له 40 يوما. ഒരു ജോത്സ്യന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുകയും ജോത്സ്യൻ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തവനെ പോലെ 40 നാളത്തേക്ക് അവന്റെ നമസ്കാരം തന്നെ സ്വീകരിക്കില്ല. അവൻ കുഫറിലാണെന്ന് പ്രവാചകൻ പറഞ്ഞ അതീവ ഗുരുതരമായ താക്കീത് നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവൻ ഉൾപ്പെടും എന്നാണ് ഷെയ്ഖ് അൽബാനി തന്റെ ഫതാവയിൽ തന്റെ സിൽസിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ എന്നാ പിന്നെ അങ്ങനത്തെ വേണ്ട മുസ്ലിമായ ജിന്നിനെ നമുക്ക് വിളിച്ചുകൊണ്ട് സംസാരിച്ചൂടെ? ഷെയ്ഖ് റബീഇനോട് ചോദ്യം, അത് യജൂസ് മുഖാതബത്തുൽ ജിന്നിൽ മുസ്ലിം, മുസ്ലിം ജിന്നിനോട് ഇസ്ലാം ജിന്നിനോട് സംസാരിക്കാൻ പറ്റോ? അൽ ജവാബ്, മറുപടി ലാ യജൂസ്, പറ്റൂല. മല്ലതി യുദ്രികന്നഹു മുസ്ലിം, ആ ജിന്ന് മുസ്ലിമാണ്. ആരാ എന്നോട് പറഞ്ഞത്? ഖൽ യഖൂലു മുനാഫിഖൻ വയഖൂലു അന മുസ്ലിം. മുനാഫിഖായി കൂടായില്ലാന്നുണ്ടോ? ഇവിടെ മുസ്ലിമാന്ന് പറഞ്ഞാലോ? യഖൂലു കാഫിറ വയഖൂലു അന മുസ്ലിം, കാഫിറാണെങ്കിലോ എന്നിട്ട് മുസ്ലിമാന്ന് പറഞ്ഞാലോ? ജിന്നിയുൻ മാ തഅരിഫുഹു വഅൻത ലാ തഅലമു ഗൈബ്. ജിന്നല്ലേ, അനക്ക് ഗൈബ് അറിയോ? പിന്നെ എങ്ങനെ വിശ്വസിക്കുക? നാ യജൂസ്, ബാറകല്ലാഹു ഫീക്, പറ്റൂലട്ടോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യഖൂലു ഇൻസാനുൻ അമാമ, ഒരു മനുഷ്യൻ തന്നെ എന്റെ മുമ്പിൽ വന്ന് യദ്ഇൽ ഇസ്ലാം ഫതഖുദുഹു ബിളാഹിരി, ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാൽ ബാക്കിയായിട്ടല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. തറാഹു അമാമക യുസല്ലി ആളെ നിസ്കരിക്കുന്ന അങ്ങനെ പല പണി ആള് ചെയ്തുകൊണ്ടിരിക്കുന്നു. സുമ്മാൻ തലാ താരിഫു, എന്നാലും എനിക്ക് ശരിക്കറിയാം അവൻ ആരാന്നുള്ളത്. ലാക്കിൻ ജിന്നിയും ദഖല ഫീ ഇൻസാൻ യഖൂൽ ലക അന മുസ്ലിം വഖദ് യകൂനു ഫാജിറൻ യഖൂൽ ലക അന മുസ്ലിം. ഒരു മുസ്ലിമാന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ശരീരത്തിൽ ജിന്ന് കയറി നടത്തു വരിക, ഒരു പക്ഷെ ഫാജിറായിരിക്കും, എനിക്കറിയോ മുസ്ലിമാണ്. വലൈസ ഹുനാക ദാഇൻ ലിതകല്ലുഫി ഫമൻ ലദി കല്ലഫക യാ അഖി. അനക്ക് കഴിയാത്ത കാര്യം, വേണ്ടാത്ത കാര്യം ഏറ്റെടുക്കണ്ട. അനക്കെന്താ അതിന്റെ ആവശ്യം? അവിടെ ആസ്പത്രികൾ തുറന്നിരിക്കുന്നുണ്ട്. സോക്കറുണ്ടോനാണെങ്കിൽ ഓൻ ക്ഷമിച്ചാൽ അള്ളാഹു കൂടിയെടുക്കും. അല്ലെങ്കിൽ ആസ്പത്രി ഉണ്ട്, ഒരു ചികിത്സിച്ചോളൂ, ഈ ആ പണി ഇപ്പൊ നടക്കണ്ട. ഇത് തന്നെയാണ് നമുക്ക് പറയാൻ. എന്നാ ശരി, ഇത്തരം കാര്യങ്ങൾ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ന്യായങ്ങൾ പറയാം. അതിനെ അദ്ദേഹം പറയുന്നത്, വല്ലാഹി അന അൻസഹു സലഫീൻ അല്ലാ യദ്ഖുലു ഹാദൽ ബാബ്, പറച്ചോനാണ് സത്യം, ഞാൻ സലഫികളെ ഉപദേശിക്കുന്നത് ഈ വാതിൽ കൂടി ഒരു കടക്കരുത്, ഈ അധ്യായത്തിലേക്ക് അവർ പ്രവേശിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളും ഞാൻ ഇങ്ങനെ ജിന്നിറക്കിക്കോളാം, എനിക്കതിന് പറ്റും എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആളായി നിൽക്കരുത്. അൽ അൽബാനി, ഇബ്നു ബാസ്, ഇബ്നു തൈമീൻ ഷെയ്ഖ് അൽബാനി ജിന്നിറക്കാൻ നടന്നിട്ടുണ്ടോ? ഷെയ്ഖ് ഇബ്നു ബാസ് ജിന്നിറക്കുന്ന പണിയായിരുന്നോ? ഷെയ്ഖ് ഹുസൈമീൻ ജിന്നിറക്കുന്ന പണിയായിരുന്നോ? ഇവരാരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം സന്നദ്ധരായിട്ടുണ്ടോ?
കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ ഷെയ്ഖ് ഇബ്നു ബാസുമായി ബന്ധപ്പെട്ട് ഒരിക്കലൊരു സംഭവം ഉണ്ടായതായി പല പത്രങ്ങളിലും മറ്റും എഴുതി വന്നിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് പിന്നീട് അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ മുഹാസബത്ത് പാടില്ലാത്തതാണ് എന്ന് ഷെയ്ഖ് സാലിഹ് ആലി ഷെയ്ഖ് അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടുകൊണ്ട് അത് ശരിവെച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് അവസാന കാലത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നു ഇതേപോലെ തന്നെ ഷെയ്ഖ് അൽബാൻ സലഫുകളായ ആളുകൾ, സഹാബികൾ, താബിഈങ്ങൾ, അതുപോലെ ഇമാമിങ്ങളായ ആളുകൾ, ഇവരാരെങ്കിലും ഇപ്രകാരം ചെയ്തിട്ടുണ്ടോ? ഐനാന്തും, എവിടെ നിങ്ങൾ? നഖൂൽ അസ്സലഫ് അസ്സലഫ്, മുൻഗാമികളുടെ മാതൃക എന്ന് പറയും. ونحن سلفيون, നമ്മൾ സലഫികളാണെന്ന് പറയും. ثم نخترع هذه الاشياء, പിന്നെ ഈ ജാതി ബിദ്അത്ത് നമ്മൾ ഉണ്ടാക്കുകയോ? الرقية جائز لكن ليست بهذه الطرق, റുഖിയ അനുവദനീയമാണ്, പക്ഷെ ഈ കാണുന്ന റുഖിയയല്ല, നിങ്ങൾ കൊണ്ട് നടക്കുന്ന റുഖിയയല്ല, അത് അനുവദനീയമല്ല, അനാചാരമാണ്. فكونوا أهل اتباع حقا واتركوا هذه الاشياء التي تشبه الدعوة وتشبه أهلها. അതുകൊണ്ട് നിങ്ങൾ ഹഖ് പിൻപറ്റിക്കോടി, ഈ ജാതി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുവിൻ. നമ്മുടെ ദഅവത്തിനെ വികൃതമാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൂ. ഈ ദഅവത്തിന്റെ ആളുകളെ വികൃതമാക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കൂ എന്നാണ് ഷെയ്ഖ് റബീഉ പറയുന്നത്. അവസാനമായി പറയുന്ന ഒരു ന്യായമുണ്ട്. എന്താണ് ആ ന്യായം എന്നല്ലേ? ഞങ്ങള് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, നമ്മളിത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ മുജാഹിദീങ്ങളായ ആൾക്കാർ ശിർക്കിയനോരെത്തി ചെല്ലും, സാഹിത്യങ്ങളെ എത്തിപ്പെടും, ഈ ശാഴ്വതത്തിന്റെ ആളുകളുടെ അടുക്കൽ എത്തിപ്പെടും, ആത്മാർത്ഥ സമാത്തിന്റെ അടുക്കൽ എത്തിപ്പെടും. അങ്ങനെ ഒരു ശിർക്കിന് പെട്ടുപോകും. ഒരു ശിർക്ക് പെടാതെക്കാണ് നമ്മൾ ഈ പണി ഇട്ടു കൊടുക്കുന്നത് എന്നാണ് മറ്റൊരു അവസാനത്തെ ന്യായം. സാധാരണ പറയുന്നുണ്ടല്ലോ, ഒരു ന്യായം ഇല്ലെങ്കിൽ ഒരു ഒരക്കമര ന്യായം എന്നറിഞ്ഞ് ആ ജാതി ഒരു ന്യായം മാത്രമാണത്. എന്നാൽ നോക്കൂ, ഇതേ ചോദ്യം ഇവിടുന്ന് അല്ല ഈ ചോദ്യം ഉണ്ടായിട്ടുള്ളത്, ഈ ചോദ്യം അവിടുന്ന് വന്നതാണ്. ഷെയ്ഖ് റബീഇനോട് ചോദിക്കുക, എന്താ ചോദ്യം? സാധാരണക്കാരായ ആൾക്കാർ സിഹറും അതേപോലെ തന്നെ ഗൂഢതന്ത്രങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോരിക്കലും പോകുമെന്ന് ഞങ്ങൾക്ക് പേടി, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്തു കൊടുക്കുന്നത്. അത് ജവാബ് കുത്തുറുക്കും യദ്ഹബൂൻ വലാ യർജൂൻ, പോട്ടെ പോലെ പണി നോക്കിയിട്ട് ഓര് പോകുകയാണെങ്കിൽ പോട്ടെ, പിന്നെ ഓരിങ്ങിട്ട് മടങ്ങണ്ട. അന്ത മനിലതി കല്ലപ്പക്കാം, ഓരൊക്കെ കൂടി പിടിച്ച് സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ ആരാ എന്നെ ഏൽപ്പിച്ചത്? മഹാനായ അലി അക്ബർ മൗലവി ചിലപ്പോ പറയുന്നുണ്ട്, എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ ആടുകളെ പിടിച്ച് കൂട്ടിന്ന് വിട്ടിറക്കണം, ആദ്യം ഒന്നായിട്ട് വിട്ടിറക്കണ സ്വർഗം, അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അവനാന്റെ വിശ്വാസം തൗഹീദിക്ക് ശിർക്ക് തരാൻ പാടില്ല. അതുപോലെ ശുദ്ധമായ തൗഹീദും വിദേഹത്തിൽ നിന്ന് മുക്തമായ സുന്നത്തും അതിനനുസരിച്ചുള്ള തത്വയോടുകൂടിയ ജീവിതവും അതൊക്കെ ഉള്ളവനെ സ്വർഗം കിട്ടുള്ളൂ. ഈ ആൾക്കാരെ മുഴുവൻ പിടിച്ചു, നീ ഇന്നമാത്ത മുതക്കിർ ലസ്ത അലൈഹിന്ദി മുസൈത്തിർ, നബിക്ക് താക്കീത് കൊടുത്തു. ഇതിങ്ങനെ ആധിപത്യം ചെലുത്തി പിടിച്ചു വെക്കേണ്ട ആളല്ല, താക്കീത് ചെയ്താൽ മതി, അതിനെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. നബിക്ക് സങ്കടം, ഒരു അത്ഭുതം കാണിച്ച ഓരൊക്കെ വിശ്വസിക്കുമല്ലോ, അന്നത് കാണിച്ചു കൊടുക്കാത്തതിന് സങ്കടം, അങ്ങനെ സങ്കടപ്പെടണ്ട എന്ന് നബിക്ക് അമ്മ താക്കീതാ കൊടുത്തത്. ആ തത്വം വെച്ചാണ് ഷെയ്ഖ് റബീഇ പറയുന്നത്, ആ ഉത്തരക്കുറും വിട്ടേക്ക് പോലെ പോട്ടെ പോലെ വരാൻ വരുന്നില്ലെങ്കിൽ വരണ്ട, അന്ത മനുഷ്യനിക്കല്ല പക്കാം. ആരാണ് എന്നതിനെ ഏൽപ്പിച്ചത്? അന്നെ തന്നെ കേടുവരുത്താണ്, അന്റെ ജീവിതം നശിപ്പിക്കുകയാണ്, അന്റെ മതത്തെ നീ കേടുവരുത്താണ്. നീ സ്വയം ഞാനൊരു മന്ത്രത്തിന്റെ ആളാണ്, റുഖിയ ശറഈന്റെ ആളാണ് എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ഇങ്ങനെ നാട്ടിവെക്കുക. ഇത് ശിർക്കൻ റുഖിയ നടത്തുന്നതിനെ പറ്റിയല്ല ഷെയ്ഖ് റബീഇനോട്. സലഫിയായ ഒരാൾ വന്ന് ചോദിച്ച അയാൾ ചെയ്യുന്ന റുഖിയെ പറ്റിയുള്ള ചോദ്യത്തിലാണ്. ഏത് റുഖിയെ പറ്റി പറഞ്ഞാലും ചിലർക്കുള്ള ന്യായം അത് റുഖിയ ശിർക്കിയനെ പറ്റിയാണ് എതിർക്കുന്നത്, റുഖിയ ശറഈയെ പറ്റിയല്ല എന്ന് പറയാറുണ്ട്. ഇത് ഈ റുഖിയ ശറഈയെ പറ്റിയാണ്. സലഫിയാണെന്ന് പറയുന്ന ആളാണ്, ഷെയ്ഖ് റബീഇന്റെ സുഹൃത്താണ്, മദീനക്കാരനാണ്, സൗദി പണ്ഡിതനാണ്. അയാൾ ചെയ്യുന്നതിനെ പറ്റിയാണ് ഷെയ്ഖ് റബീഇ ഇപ്രകാരം കർശനമായി വിമർശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാം, ഒരു ന്യായം
ഒലക്കമ്മല എന്നുള്ള ഇതിന്റെ പകരം കൂട്ടിക്കും. പക്ഷെ ആ പ്രയോഗം കണ്ട അങ്ങനെ തന്നെ ഒരു ഒലക്കമ്മല ന്യായം എന്നാ നമ്മളെ ശുദ്ധ മലയാളം. പച്ച മലയാളത്തിൽ തിരിയണമെങ്കിൽ ഒരു ന്യായം പറച്ചില്, ഒരു സേവ് ചെയ്യണോരടുത്തേക്ക് പോകുന്ന ഒരു ന്യായം പറച്ചില്, എന്നിട്ട് ഓൻ പറ്റിയ ഒരു മന്ത്രിച്ചു കൊടുക്കണ ആളായിരിക്കുക. ഓന്റെ ജീവിതം നശിപ്പിച്ച്, ഓന്റെ മതവും നശിപ്പിച്ച്, ഓന്റെ സ്വന്തം തടിയും നശിപ്പിച്ച് ആരാണ് അതിനെ ഏൽപ്പിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം. ഷേഖ് അങ്ങനെയല്ല, ഓലിന്റെ അടുത്തേക്ക് വരികയാണ്, ഓലിന്റെ അടുത്തേക്ക് വരിക. ഞാൻ പിന്നെന്താ ചെയ്യണത്? അത് പോട്ടെ, അതൊന്നും നമ്മളോട് വേണ്ട. അവർ നിന്റെ അടുക്കലേക്ക് എങ്ങനെ വന്നു? നീ നിന്റെ തടിയെ ഞാനൊരു റുഖിയ നടത്തുവാനാണ് എന്ന് പ്രസിദ്ധപ്പെടുത്തി. അങ്ങനെ ആളുകളെ ഇത് സ്വകാര്യമായിട്ട് മന്ത്രിച്ച് കാതിൽ നിന്ന് കാതിലേക്ക് എത്തി. അതുകൊണ്ടാണ് എത്തുന്നത്. എന്റെ ശേഖർ റബീന്റെ അടുക്കലേക്ക് ചെല്ലാതിരുന്നത്? എന്റെ അതുപോലത്തെ ശേഖർ സാലിം ഫൗസാന്റെ അടുക്കലേക്ക് ചെല്ലാതിരുന്നത്? എന്റെ ശേഖർ ബിർബാസ് ആ ഒരു പണിയായിട്ട് ഇരിക്കാതിരുന്നത്? എന്റെ ശേഖർ ഒരു ഉസൈമീൻ അപ്രകാരം ഒരു പണിക്ക് ഇരിക്കാതിരുന്നത്? അവരുടെ അടുക്കലേക്ക് എന്റെ ആളുകൾ പോകാതിരുന്നത്? എന്റെ ഇതുപോലത്തെ ചില ആളുകളുടെ അടുക്കലേക്ക് മാത്രം ആളുകൾ പോയത്? ഇവിടെ എന്റെ റുഖിയ ശറയ്യ ചോദിച്ചുകൊണ്ട് മദനിയുടെ അടുക്കൽ വരാത്തത്? മദനി പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഇന്നിവിടെ പറഞ്ഞോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. തന്റെ വീട്ടിൽ ചെറുപ്പകാലത്ത് ഒരു ഹോമക്കുണ്ടുണ്ടായിരുന്നു. ഹോമം നടത്തിക്കൊണ്ടിരുന്ന കുണ്ട്, അതിൽ അഗ്നി കത്തിച്ചുകൊണ്ടിരുന്ന, ഹോമം ചെയ്തെറിയപ്പെടുന്ന കുണ്ട്, അതുണ്ടായിരുന്ന ആളുകളാണ് നമ്മുടെ പണ്ഡിതന്മാര്. അതൊക്കെ ഒഴിവാക്കിയവരാണ് അവര്. ഇതുപോലെ അതൊക്കെ ഒഴിവാക്കി ഇവരുടെ അടുക്കലേക്ക് എത്തുകൊണ്ട് ചെല്ലുന്നില്ല. ഇവിടെ ചില ആളുകൾ ഖുർആൻ തന്നെ തിരിച്ചറിക്കോളാൻ അറിയാത്ത, ഒരു ഹദീസ് പറഞ്ഞുകൂടാത്ത, മതപരമായ പരിജ്ഞാനമില്ലാത്ത നിന്നിറക്കൽ വീരന്മാരായ ചില ആളുകൾ മാത്രം അവരുടെ അടുക്കിലേക്ക് എങ്ങനെ ആളുകളെത്തി അവരതിന്റെ ആളുകളാണെന്ന് അറിഞ്ഞതുകൊണ്ട് വെറും ചില അക്കൗണ്ട് ജോലി ചെയ്യുന്നവർ ലോകത്ത് വലിയ ആ പണ്ഡിതന്മാരായി ചമഞ്ഞ് ആരുടെയും നിന്നിറക്കുമെന്ന് വാദിച്ചുകൊണ്ട് നടക്കുന്ന ചില വിദ്വാൻമാർ വരെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ കുറ്റത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ അതിന്റെ പണ്ഡിതന്മാരെ, പ്രവർത്തകന്മാരെ, നേതാക്കളെയൊക്കെ നഖശികാന്തം വളരെ മോശമായ പദങ്ങളിലൂടെ വിമർശിച്ച് പ്രസംഗിച്ച് എഴുതി ഒരു ഫ്ലൈറ്റ് തന്നെ അതിനു വേണ്ടി തുറന്നിരിക്കുന്ന ചില ആളുകളുണ്ട്. ഒന്നും അവരെ സംബന്ധിച്ച് എനിക്ക് പറയാനില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അവരുടെ അടുക്കിലേക്ക് മാത്രം എങ്ങനെ എത്തി? അവർക്കെന്ത് വിവരമാണ് ഇക്കാര്യത്തിലുള്ളത്? അവർക്ക് ആർക്കുമില്ലാത്ത വിജ്ഞാനമാണുള്ളത്? ഏത് ആയത്താണ് അവർക്ക്? ഏത് ഹദീസാണ് അവർക്ക്? എന്ത് തെളിവാണ് അവർക്ക്? എങ്ങനെ ഇവരുടെ അടുക്കിലേക്ക് ഈ ആളുകൾ വരാൻ തുടങ്ങി? ഇവർക്ക് ജിന്നർക്കണ പണിയാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം അതുകൊണ്ട് ചെങ്ങായി ജത ഒഴിവാക്ക്, അന്ന് അള്ളാഹു അനുഗ്രഹിക്കും. ആളുകളെ പടത്തോനിച്ച് വിട്ടള, നിന്നെ ഏൽപ്പിക്കാത്തത് ഏറ്റെടുക്കണ്ട. സൂറത്തുൽ ഫാത്തിർ 86-ാമത്തെ ആയത്തുണ്ടല്ലോ, ഞാൻ എനിക്ക് കഴിയാത്ത കാര്യം ഏറ്റെടുക്കണോനല്ല, ആ കൂട്ടത്തിലല്ലെന്നെ പറഞ്ഞത്. ആ കൂട്ടത്തിൽ നീയും പെട്. മദീന, മദീനത്ത് ആദ്യമായി ഈ മന്ത്രപ്പണി എടുത്ത ആളുടെ തെളിവ് ഇതാണ്. എന്താ തെളിവ്? ആയത്തല്ല, ഹദീസല്ല, മുൻഗാമികളുടെ മാതൃകയല്ല, മറിച്ച് ഒരു സാഹചര്യങ്ങൾ എടുത്തിട്ട് പോകും, ഒരു ശുൽക്കിനോടടുത്തേക്ക് പോകും. ഈ ന്യായം വെച്ചുകൊണ്ടാണ് ആ മദീനത്ത് ആദ്യം ഒരാൾ സലഫിയാണെന്ന് പറഞ്ഞ് ഈ മന്ത്രപ്പണി തുടങ്ങിയത്. അയാൾ നമ്മുടെ ചങ്ങാതിയായിരുന്നു, അയാൾ നല്ലൊരു സലഫിയായിരുന്നു. സലഫിയൻ ജയ്യിദൻ ജിദ്ദ, ജയ്യിദ് ജിദ്ദ എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ആണ്, നല്ല ഫസ്റ്റ് ക്ലാസ് സലഫിയായിരുന്നു അയാൾ. മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തിയിരുന്ന, അവിടെ ക്ലാസ് എടുത്തിരുന്ന ആളാ. വല്ലാഹി അസ്സറഫി കസീർ മിന ശബാബി സൂഫിയ്യത്തി ഫിൽ മദീന, മദീനത്തെ സൂഫികളായ അന്ധവിശ്വാസികളായ കുറെ ചെറുപ്പക്കാരിൽ സ്വാധീനം ചെലുത്തി തൗഹീദ് വരെ പഠിപ്പിച്ചു കൊടുത്ത ആളാണ് അയാള്. ഒരുപാട് ആളുകളിലെ അയാൾ സ്വാധീനം ചെലുത്തി. ഇത് ശൈത്താൻ ഓന്റെ എത്തിക്കാവുന്നത് ആരെങ്കിലും ജമീൽ ഈ കൂട്ടുകാരന്റെ അടുക്കിലേക്ക്. അയാൾ ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്നോട് കൂടിയാലോചിച്ചു. കാരണം അയാൾ എന്റെ കൂട്ടുകാരൻ, എന്റെ സുഹൃത്താ. എന്നോട് കൂടിയാലോചിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഓന് റുഖിയ പഠിച്ചു കൊടുത്തിട്ടോ.
والآن يرقي ويأخذ فلوسا قد يأخذ على الرقية 14,000. ഇപ്പൊ മൂപ്പര് റുഖിയ നടത്തുന്നുണ്ട്, അയാൾ കാശും വാങ്ങുന്നുണ്ട്. 14,000 റിയാലാ വാങ്ങുന്നത് ഒരു റുഖിയ നടത്തിയിട്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇതിന് പ്രചരിപ്പിച്ച ആൾക്കാര് ഇവിടുത്തെ ആളുകളൊന്ന് ഇറക്കിയിട്ട് ഇറങ്ങാഞ്ഞിട്ട് ബാംഗ്ലൂരിലുണ്ട് വല്ലൊരു ഒറിജിനൽ സെലഫി ഇറക്കുന്ന ആളെന്ന് പറഞ്ഞയച്ച്. എന്നിട്ടോ 15,000 ഒരാളിൽ നിന്ന് വാങ്ങിയത്, വേറൊരാളിൽ നിന്ന് 10,000 വാങ്ങിയത്. ഞങ്ങൾ ഈ വിഷയം ജമിയത്തുലമയുടെ തീരുമാനപ്രകാരം എറണാകുളത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ കാര്യമാണിത്. 10,000 ഉറുപ്പിക വാങ്ങിയെന്ന് എഴുന്നേറ്റ് പറയുകയല്ല, ഒരു കടലാസിൽ എഴുതി തന്നതാണ്. 10,000 ഉറുപ്പികയാണ് വാങ്ങിയത് എന്ന്. എന്താണ് ഇതിന് തെളിവ്? എവിടെ നിന്നാണ് ഇതിന് തെളിവ്? ഓ, അങ്ങനെ വന്നാൽ അതിനും തെളിവുണ്ടെന്നാണ് ഉറപ്പ്. അതുകൂടി ഞാൻ കൂട്ടത്തിൽ പറയട്ടെ. ഈ മന്ത്രിച്ചൂതി കാശ് വാങ്ങുന്ന വല്ലാന്മാരുടെ പണി വല്ലാക്കന്മാര് പോലും ഇപ്പോൾ ഒരു തെളിവാക്കിയിട്ടുള്ളതാണ്. അതൊരു മാന്യമായ ജോലിയല്ല, മാന്യമായ കൂലിയല്ല എന്നവർക്ക് പോലും അറിയാം. എന്നിട്ട് ഇപ്പോ അതിന് തെളിവ് ബുഖാരിയിൽ നിന്ന് ചില ആളുകൾ കണ്ടെത്തി കൊടുക്കുകയാണ്. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അനുചരന്മാർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ആ പ്രദേശത്തുള്ള ആളുകളോട് ആതിഥ്യം ആവശ്യപ്പെട്ടു. അവർ ആതിഥ്യം നൽകിയില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന സഹാബികൾ വിഷമിച്ചു. അതിനിടക്കാണ് അവിടെയുള്ള ഗോത്രത്തലവന് എന്തോ വിഷമിക്കുന്നത്. അവർക്ക് കഴിയുന്ന എല്ലാം അവർ ചെയ്തു നോക്കി, ഒരു രക്ഷയുമില്ല. അവസാനം അവർ വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത് പ്രകാരമായിരുന്നു. അവർ ചോദിച്ചു, ലൗ അത്തൈതും ഹൗലായ വഹ്വല്ലദീ ഖദ് നസലൂബിക്കും, നമ്മളെ ഇവിടെ വന്നിറങ്ങിയ ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഇവിടെ ഉണ്ടല്ലോ, അവരൊരിക്കലൊന്ന് ചെന്ന് നോക്കിയാലോ, ലഅല്ലഹു അൻ യകൂന ഇൻദ ബഅദിഹിം ശൈഉൻ, അവരാരുടെയെങ്കിലും അടുക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഫഅതൗഹും, അങ്ങനെ അവർ ചെന്നു. ഫഖാലൂ യാ അയ്യുഹൽ റഹ്ബ്, അവർ ചോദിക്കുന്നു, അല്ല ആളുകളെ, ഇന്ന സയ്യിദനാ ലുബിർ, ഞങ്ങളുടെ നേതാവിനെ വിഷമേറ്റിട്ടുണ്ട്, കടിയേറ്റിട്ടുണ്ട്. ഫസഅയ്നാ ലഹു ബികുല്ലി ശൈഇൻ, ഞങ്ങൾക്ക് അറിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു നോക്കി. ലാ യൻഫഉഹു ശൈഉൻ, അയാൾക്കൊന്നും ഉപകാരപ്പെടുന്നില്ല. ഫഹൽ ഇൻദ അഹദിൻ മിൻകും ശൈഉൻ, നിങ്ങളുടെ ആരുടെ അടുക്കലെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നഅം, അതെ, വല്ലാഹി ഇന്നി ലഅർത്തി, അല്ലാഹുവാണ്, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മന്ത്രിക്കാൻ എനിക്കറിയാം. വലാകിൻ ഇസ്തവഫനാകും, ഞങ്ങൾ നിങ്ങളോട് അതിഥികൾ എന്നുള്ള നിലയ്ക്ക് ആതിഥ്യം നൽകാൻ ആവശ്യപ്പെട്ടു. ഫലം തുവയ്യിഫൂന, നിങ്ങൾ ഞങ്ങളോട് കാണിക്കേണ്ട മര്യാദ പാലിച്ചില്ല, ആതിഥ്യം നൽകിയില്ല. അതിനാൽ ഫമാ അന ബിറാത്തിൻ ഹത്താ തജഅലു ലനാ ജുഅല, അതിഥികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ അവകാശം നിങ്ങൾ നിശ്ചയിച്ചു നൽകാതെ ഞങ്ങൾ ചെയ്യില്ല. ഫസാലഹുഹും അലാ ഖത്ഇൻ മിനൽ ഗനം, അങ്ങനെയാണ് കുറച്ച് ആടുകളെ അവർക്ക് നൽകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത്, ഇത് റുഖിയക്കുള്ള കൂലി എന്നുള്ള നിലക്കല്ല, അതിഥികളുടെ അവകാശം നിഷേധിച്ചപ്പോൾ ആ അവകാശം വാങ്ങിയതാണ്. ഹദീസ്